കോവിഡിന് ശേഷം നമ്മൾ പേരൻസ് കുട്ടികളുമായിട്ട് കൺസൾട്ടിങ്ങിന് വരുമ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പഴയ പോലെ അവർ പാരൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അവരുമായിട്ട് പഴയ രീതിയിലുള്ള ഒരു സ്നേഹബന്ധങ്ങളില്ല. അവർ പലപ്പോഴും റൂമിൽ കയറി വാതിലടച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മൊബൈലിൽ എൻഗേജ്ഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഈ കുട്ടികൾ ഏതെങ്കിലും ട്രാക്ക് തെറ്റി ഓടുകയാണോ, അല്ലെങ്കിൽ അവർ ഡ്രഗ്സിന് അഡിക്റ്റ് ആണോ, മൊബൈലിന് അഡിക്ഷൻ ആണോ, അത് ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവണതകളുടെ കൂട്ടുകെട്ടിലേക്കൊക്കെ പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികളെ എന്താണ് ചെയ്യുന്നത് അവരെ ചോദ്യം ചെയ്യുന്നു, പലപ്പോഴും അവരെ സംശയത്തോടെ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ സാരോപദേശങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ മോട്ടിവേഷണൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറയുന്നു. ഇതൊന്നും നമ്മുടെ ഈ കാലഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് ലേണിംഗ് രസകരമാകുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ ടീനേജിലേക്ക് വരുമ്പോൾ, കൗമാര കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഹോർമോൺ ബ്രെയിനിൽ വളരെ വലിയ വ്യതിയാനങ്ങൾ വരുന്നുണ്ടെന്നുള്ള കാര്യം മാതാപിതാക്കളും അതുപോലെ അധ്യാപകരും അത് മനസ്സിലാക്കുന്നില്ല. അവരെപ്പോഴും ലേണിങ്ങിൻ്റെ കാര്യം, പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് സാധാരണ ഒരു ടീനേജേഴ്സിന് കിട്ടുന്ന എൻ്റർടൈൻമെൻറ്റ്, സ്പോർട്സ്, ആർട്സ് ഇതിലേക്കൊന്നും പിള്ളേരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് പോലും നമ്മൾ അവരെ വിടാൻ പോയാൽ പ്രശ്നങ്ങളാവും, സാമൂഹ്യവിരുദ്ധ കൂട്ടുകെട്ടുകളിലൊക്കെ ഡ്രഗ്സിലേക്കൊക്കെ പോകുമെന്നാണ് മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇവരുടെ വളരെയധികം എനർജി ഉള്ളൊരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. അപ്പോൾ പാഠ്യേതര വിഷയങ്ങളിൽ ഇവർ എൻഗേജ്ഡ് ആയാൽ മാത്രമേ ഇവരുടെ ഇമോഷണൽ ബ്രെയിനിൻ്റെ നീഡ്സ് എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ്, എൻജോയ്മെൻറ്റ്, രസങ്ങൾ, കളികളൊക്കെയാണ്. അപ്പോൾ അതിനെ നമ്മൾ സപ്രസ് ചെയ്തുകൊണ്ട് കോഗ്നേറ്റീവ് ബ്രെയിൻ, ഭൗതിക മസ്തിഷ്കത്തെ എൻഹാൻസ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സും അതുപോലെ മാതാപിതാക്കളും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് മോട്ടിവേഷണൽ സ്പീച്ചോ സാരോപദേശങ്ങളോ അവരെ ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമില്ല. ആ ഒരു ടൈമിൽ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രഗ് അബ്യൂസ് വരുമോ, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻസ് വരുമോ, വയലൻസ് വരുമോ, സൂയിസൈഡ് വരുമോ, അങ്ങനെയുള്ളൊരു ഭീതി പാരൻസിന് വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ആക്ച്വലി ഇവരെ ടീനേജിലേക്ക് വന്ന് അവർ 7, 8, 9 പഠിക്കുമ്പോൾ തന്നെ അവരുടെ അഭിരുചി ഏതാണ്, അവർക്ക് കരിയർ ഗൈഡൻസ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പിന്നെ അതിൽ അപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മൾ കൗൺസിലിങ്ങിൻ്റെ ലിമിറ്റേഷനിൽ നിൽക്കാത്ത കുട്ടികൾ കുറച്ച് പേരുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ റെമഡിയേഷനും തെറാപ്പിയും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉപദേശിച്ചോ അല്ലെങ്കിൽ മോട്ടിവേഷനിലോ ഒന്നും അവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുട്ടികൾ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്നവർ ഏത് സ്ട്രീമാണെങ്കിലും അവരുടെ വളരെ നേരത്തെ തന്നെ അവരുടെ അസസ്മെൻറ്റ് നടത്തി അവരുടെ സ്കിൽസ്, പൊട്ടൻഷ്യൽസ്, ആപ്റ്റിറ്റ്യൂഡൊക്കെ മനസ്സിലാക്കി അവരെ പ്രോപ്പർലി അവരുടെ ഹോർമോൺ ഇംബാലൻസ് കറക്റ്റ് ചെയ്ത് ഗൈഡ് ചെയ്താൽ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികൾ സാമൂഹ്യവിരുദ്ധ പ്രവണതകളിലേക്കോ ഡ്രഗ്സിലേക്കോ വയലൻസിലേക്കോ ഒന്നും പോവില്ല. അവരൊരു റോൾ മോഡൽ കുട്ടികളായി സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ അവർ നന്നായി വരും.